മനുഷ്യൻ വില പറഞ്ഞുറപ്പിക്കുകയും അടിമക്കമ്പോളങ്ങളിൽ ഭീമമായ ജോലി ചെയ്യിപ്പിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു കാലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിൻ്റെ സുന്ദരമായ ആശയങ്ങളെ സ്വഹാബത്തിന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ ശിഷ്യനാണ് അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ സ്വഹാബത്തിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ സ്വഹാബത്തിനോട് ഒരു സംഭവം വിവരിക്കുകയാണ്. അവിടുന്ന് സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, ഓ സ്വഹാബ, എൻ്റെ അടുക്കൽ നല്ല ജോലി ചെയ്യുന്ന ഒരു അടിമ ഉണ്ടായിരുന്നു. എല്ലാ ജോലിയും കൃത്യമായി ചെയ്യുകയും നല്ല ആരോഗ്യമുള്ള ഒരടിമ. അങ്ങനെ ഇരിക്കെ ആ അടിമയെ ഞാൻ മോചിപ്പിച്ചു. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, ഇത്രയും നല്ല അടിമ ഉണ്ടായിട്ട് നിങ്ങളെന്തിനാണ് അദ്ദേഹത്തെ മോചിപ്പിച്ചത്? അപ്പോൾ അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, എനിക്ക് വലിയൊരു നഷ്ടം ഉണ്ടാക്കുമായിരുന്നു ആ അടിമ, അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ മോചിപ്പിച്ചത്. അവിടുന്ന് അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ ഞാൻ സാധാരണത്തെ പോലെ തന്നെ ഈ അടിമയോട് ഇങ്ങനെ ജോലി ചെയ്യിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ അടിമ എന്തോ അനുസരണക്കേട് കാണിച്ചു. ഞാൻ സാധാരണ മർദ്ദിക്കുന്നത് പോലെ ഈ അടിമയെ ക്രൂരമായി മർദ്ദിക്കുകയും അടിമ വേദന കൊണ്ട് ഇങ്ങനെ പൊളയുന്നുണ്ട്. ഈ സമയത്ത് ബാക്കിൽ നിന്ന് ഒരു വിളി, അബൂ മസ്ഊദ്. വളരെ ദേഷ്യത്തോടെയുള്ള ആ വിളിയിൽ ഞാൻ നെട്ടി വിറച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ബാക്കിൽ നിന്ന് വിളിക്കുന്നത്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അബൂ മസ്ഊദ്, നിങ്ങൾക്ക് ഈ പാവത്തോടുള്ള ഈ ക്രൂരത അവസാനിപ്പിക്കാനായില്ലേ? ഈ അടിമയുടെ മേലിൽ നിങ്ങൾക്കുള്ള അവകാശത്തെക്കാൾ പടച്ച റബ്ബിന് നിങ്ങളുടെ മേലിൽ അവകാശമുണ്ട്. ഇത് കേട്ടപാടെ ഞാൻ വിറച്ചുപോയി. അള്ളാഹുവിൻ്റെ കോപം, അള്ളാഹുവിൻ്റെ ശിക്ഷ ആ സമയത്ത് ഇറങ്ങുമെന്ന് ഞാൻ പേടിച്ചുപോയി. എന്ത് ചെയ്യുമെന്നറിയാതെ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ അവിടുന്ന് എൻ്റെ മനസ്സിൽ ഈ അടിമയെ മോചിപ്പിക്കണമെന്ന ആശയം ഉദിച്ചു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലെത്തി, നബിയെ, അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ഞാൻ എൻ്റെ അടിമയെ മോചിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ആ അടിമയെ മോചിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് നിങ്ങളെ നരകാഗ്നിയിൽ എത്തിക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു. ഓ സുഹാബ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അടിമകളുണ്ടെങ്കിൽ ആ അടിമകളോട് വളരെ നല്ല രീതിയിൽ നിങ്ങൾ പെരുമാറുക. അതല്ലെങ്കിൽ അത് വലിയ പ്രയാസങ്ങൾക്ക് കാരണമാകും, നിങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്.